നമസ്തേ. പതിവ് പോലെ രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം. ക്രിസ്മസിനെ വരവേൽക്കുന്ന ഈ ഒരു സമയത്ത് ആദ്യമായിട്ട് എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റേതായ എല്ലാ ആശംസകളും നേരുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ രത്നശാസ്ത്രത്തിലേക്ക് നമ്മുടെ കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ് സാറിനെ രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് തീർച്ചയായിട്ടും നക്ഷത്രങ്ങളുടെ തിളക്കം, അതാണ് നമ്മൾ ക്രിസ്മസിനെ കുറിച്ച് ആദ്യം മനസ്സിൽ ഓടി വരുന്ന കാര്യം. നക്ഷത്ര തിളക്കമുള്ള ക്രിസ്മസ് രാവുകൾ, നല്ല മഞ്ഞും തണുപ്പും ആയിട്ട് ആഘോഷപൂർവമായ രാവ് ഇതാ ഇപ്പം അടുത്തു കഴിഞ്ഞു. സമാധാനവും സന്തോഷവും ആരോഗ്യവും എല്ലാവർക്കും ഈ ക്രിസ്മസ് സന്ദേശമായിട്ട് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ പുതുവത്സരം വരുന്നു, അതിൻ്റെ ആശംസകളും അറിയിക്കുന്നു. ഏവർക്കും എല്ലായ്പ്പോഴും എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വര കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. നമ്മൾ രത്നശാസ്ത്രയുടെ എപ്പിസോഡുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളിപ്പം കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് ഓഫ് ബർത്തോ ടൈമോ ഇല്ലാത്ത ഒരു വ്യക്തിക്കും രത്നങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ ഒരു രത്നനിർണയത്തിലേക്ക് എങ്ങനെ പോകാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. നമ്മൾ ഓരോ ഗ്രഹങ്ങളും അതിൻ്റെ ഒരു സ്വാധീനം അതിൻ്റെ രത്നങ്ങളിലേക്ക് നമ്മൾ വന്നു. ബുധനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിനുശേഷം നമ്മൾ വ്യാഴത്തെക്കുറിച്ച് പറഞ്ഞു, വ്യാഴത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ രത്നത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞ വ്യാഴത്തിൻ്റെ രത്നമായിരുന്നു യെല്ലോ സഫയർ. യെല്ലോ സഫയറിനെ കുറിച്ച്, അതുപോലെ തന്നെ യെല്ലോ സഫയറിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രത്നങ്ങളുണ്ട്. ഈ യെല്ലോ സഫയറിനെ കുറിച്ച് തന്നെ പറയുമ്പം എനിക്ക് തോന്നുന്നു എമറാൾഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പം പല സ്ഥലങ്ങളിൽ നിന്നും എമറാൾഡ് നമുക്ക് കിട്ടുന്നുണ്ട്, അത് പല മൈനുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പം യെല്ലോ സഫയർ എനിക്ക് തോന്നുന്നു എപ്പോഴും ശ്രീലങ്കൻ അല്ലെങ്കിൽ ഹീറ്റഡ് ആൻഡ് ട്രീറ്റഡ് കല്ലുകൾ ഒരുപാട് വരുന്ന കാലഘട്ടമാണിപ്പം. ഹീറ്റഡ് എന്ന് പറയുന്ന പർട്ടിക്കുലർ രത്നദളത്തെ ഒരു പ്രത്യേക ചൂട്, ഹീറ്റ് ആപ്ലിക്കേഷൻ കൊണ്ട് പ്രത്യേക ഡിഗ്രിയിൽ അത് ചൂടാക്കി അതിൻ്റെ കളറൊന്ന് സ്പ്രെഡ് ചെയ്യിച്ച് എൻഹാൻസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അത് ഇപ്പോൾ ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അത് മിക്ക രത്നങ്ങളും ചെറിയ തോതിൽ ഹീറ്റ് ചെയ്തൊക്കെയാണ് വരുന്നത്. എന്നാൽ കളർ എൻഹാൻസ്മെൻ്റ് എന്ന് പറയുന്നത് അതൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണ്. പ്രത്യേക കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് മഞ്ഞ കളർ എൻഹാൻസ് ചെയ്യുന്നതാണ് യെല്ലോ സഫയർ കണ്ടുവരുന്ന ട്രീറ്റ്മെൻറ്റ്. അത് നല്ലതല്ല. അത് ധാരാളമായിട്ട് അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് മുഴുവൻ അതായിപ്പോയി. കളർ എൻഹാൻസ്ഡ് ബാങ്കോക്ക് സഫയർ, അത് ബാങ്കോക്കിൽ നിന്നാണ് വരുന്നത്. വില കുറവാണ്, അതിനും സർട്ടിഫിക്കേഷൻസ് കിട്ടും. പക്ഷേ ലാബുകൾ സാധാരണ അതിനകത്ത് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ അതിനകത്ത് കൺക്ലൂഷനകത്ത് കൊടുക്കും കളർ എൻഹാൻസ്മെൻറ്റ് എന്ന് കൊടുക്കും, എൻഹാൻസ്ഡ് എന്ന് കൊടുക്കും. അപ്പം യെല്ലോ സഫയർ നമ്മൾ ഈ എമറാൾഡ് പോലെ കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഷോപ്പിൽ വന്ന് എടുക്കുമ്പോൾ നമ്മുടെ ഷോപ്പിലിരിക്കുന്ന യെല്ലോ സഫയർ ശ്രീലങ്കൻ സഫയറും പെയിൽ യെലോയിഷുമാണ്, അതിന് കളർ കുറവാണ്. പക്ഷെ ഒരു തരത്തിലുള്ള ഹീറ്റിങ്ങും ഇല്ല, ട്രീറ്റ്മെൻറ്റ്സും ഇല്ല, ഒന്നുമില്ല. നാച്ചുറലാണ്, കിട്ടാൻ ബുദ്ധിമുട്ടാണ്, വില കൂടുതലാണ്. എന്നാലും നമ്മളത് മാത്രമേ കീപ്പ് ചെയ്യാറുള്ളൂ. ബാങ്കോക്ക് യെല്ലോ സഫയർ ഒരു സ്പെസിമെനായിട്ട് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആൾക്കാർ വരുന്നവർ ഇതിന് കളർ കുറവാണല്ലോ, മറ്റേ യെല്ലോ സഫയർ വലുതല്ല. കാരണം നമ്മൾ നെറ്റിലൊക്കെ അടിച്ച് ആദ്യം വരുന്നത് ബാങ്കോക്ക് സഫയറാണ്, അതിൻ്റെ കളറാണ് വരുന്നത്. ആ കളറുള്ളതാണ്, അത് കളറ് ആർട്ടിഫിഷ്യൽ കളറാണത്. അപ്പം എപ്പോഴും നമ്മളൊരു സ്പെസിമെൻ വെക്കും, നോട്ട് ഫോർ സെയിൽ, അത് ആ ഒരു കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പം നാച്ചുറലായിട്ടുള്ള രത്നങ്ങൾ ഉപയോഗിക്കുമ്പോഴേ അതിൻ്റെ ഒരു ഫലപ്രാപ്തി കിട്ടത്തുള്ളൂ. ആർട്ടിഫിഷ്യലായിട്ടുള്ള നമ്മൾ കളർ എൻഹാൻസ് ചെയ്തിട്ടുള്ളതും ഗ്ലാസ് ഫില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ടേ കാണത്തുള്ളൂ. ചിലപ്പോൾ അത് റിവേഴ്സിലും വരും, അഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കും വരുന്നത്.
യെല്ലോ സഫയറിൽ ശ്രദ്ധിക്കേണ്ടതാണ് പെയിൽ യെലോയിഷ് കളറ്, വളരെ ലൈറ്റായിട്ടുള്ള മഞ്ഞ നിറം ഉള്ളതാണ് നാച്ചുറലായിട്ടുള്ള ശ്രീലങ്കൻ യെല്ലോ സഫയർ. ശ്രീലങ്കൻ ആ മണ്ണ് തന്നെ അതിന് വളരെ അനുയോജ്യമായിട്ടാണ്, സ്യൂട്ടബിളാണ്. ഓക്കെ. ഈ യെല്ലോ സഫയറിന് നമുക്ക് പകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് എനിക്കൊന്ന് നമ്മൾ മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് യെല്ലോ സിട്രിൻ. അതെ അതെ, യെല്ലോ സിട്രിന് യെല്ലോ ടോപ്പാസ് ഒക്കെ ഇതുമായിട്ട് നാച്ചുറലായിട്ടുള്ളത് തന്നെയാണ്. ഹാർഡ്നെസ് ഒക്കെ തീരെ കുറവാണ്. ഇതിന് പകരം അത് ഉപയോഗിക്കാം. അതും കൂടെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാം. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരാൾക്ക് തന്നെ സിട്രിൻ ഉപയോഗിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കൊന്ന് അതുപോലെ തന്നെ ഇതിന്റെ ഈ ബീഡ്സുകളുടെ ഉപയോഗവും നമുക്ക് നല്ലതല്ലേ? യെല്ലോ കോട്ട്സ്, യെല്ലോ സിട്രിൻ്റെ ഒക്കെ ബീഡ്സുകൾ നമുക്ക് കിട്ടും. അതും നല്ല ഭംഗിയാണ്, കയ്യിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും അത്. ഇപ്പോൾ ബീഡ്സിന് ഒരുപാട് പ്രചാരം വന്നിട്ടുണ്ട്. ആൾക്കാർക്കൊരു എപ്പോഴും കയ്യിലൊരു ബീഡ്സ്, ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും ഉപയോഗിക്കാം. പലതരത്തിലുള്ള പല കളറിലും പല സ്റ്റോൺസിൻ്റെയും ബീഡ്സ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം. അതിൻ്റെ ഉപയോഗവും വില കുറവാണ്, വലിയ വില വരത്തില്ല. ധാരാളമായിട്ട് അത് ഉപയോഗിക്കാം. എപ്പോഴും രത്നങ്ങൾ മനുഷ്യന് ഒരു സംരക്ഷണമാണ് നൽകുന്നത്. രത്നത്തിൻ്റെ ഡ്യൂട്ടി തന്നെ അതാണ്. ചെറിയ മെഡിസിനൽ എഫക്റ്റും ചെറിയ പ്രൊട്ടക്ഷനുമാണ് തരുന്നത്. പിന്നെ അട്രാക്ഷൻ, അതാണ് ഒരു രത്നത്തിൻ്റെ എപ്പോഴും നമ്മളതിൻ്റെ എക്സ്റ്റീരിയറായിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്നത് ഒന്ന് ഭംഗി, അകത്ത് അതിന് ഒരു മെഡിസിനൽ എഫക്റ്റ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് രത്നങ്ങൾക്ക്. എക്സ്റ്റേണൽ ബ്യൂട്ടി തന്നെയാണ് അത് നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷെ അത് അനുഭവിക്കുമ്പോൾ, ഇടുമ്പോൾ കിട്ടുന്നത് അതിനകത്തു നിന്നുള്ള ആ ഒരു ഔഷധീയ ഗുണം കൂടെ നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു നമുക്കൊരു കൂടുതൽ വിവരങ്ങളിലേക്ക് ഒരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ വ്യാഴത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ചും അതിൻ്റെ രത്നം യെല്ലോ സഫയറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ യെല്ലോ സഫയറിനെ കുറിച്ചും നമുക്ക് ഇപ്പം ശ്രീലങ്കയിൽ നിന്നാണ് നമുക്ക് നല്ല പെയിലായിട്ടുള്ള യെല്ലോ സഫയർ കിട്ടുന്നത് സാർ പറഞ്ഞു. ഇത് യെല്ലോ സഫയർ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഏതൊരു ഫിംഗറിലാണ്? ഫിംഗർ ഇൻഡെക്സ് ഫിംഗറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ചൂണ്ടുവിരലാണ്. ചൂണ്ടുവിരൽ, ലേഡീസിന് ലെഫ്റ്റ് ഹാൻഡ്, ലോക്കറ്റായിട്ട് ഉപയോഗിക്കാം, എങ്ങനെ വേണ്ടത് യൂസ് ചെയ്യാം. ഈ യെല്ലോ സഫയർ ഉപയോഗിക്കുമ്പം അതിന് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും മെറ്റൽ നമ്മൾ? ഗോൾഡാണ് ഭംഗി. അങ്ങനെ യെല്ലോ മെറ്റലാണ് അതിന് ഭംഗി. യെല്ലോ കല്ലുകൾക്ക് യെല്ലോ മെറ്റലാണ് നല്ലത്. ഓക്കെ. ഈ വ്യാഴത്തിൻ്റെതായിട്ടുള്ള ഒരു മെറ്റൽ എന്ന് പറയുന്നത് ഗോൾഡാണ്. വ്യാഴത്തിൻ്റെ ഒരു മെറ്റൽ പറയുന്നത് ഗോൾഡാണ്. അപ്പം ഈ വ്യാഴത്തിൻ്റെ ഒരു നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തി എത്തിപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു മേഖലയും ഈ ഒരു ഗോൾഡ് മേഖല ഉണ്ട്. അത് പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞതുപോലെ ശനിയെ, അതുപോലെ തന്നെ ചൂട്, നമ്മളിത് ഗോൾഡ് എപ്പോഴും മൈൻ ചെയ്ത് ഉരുക്കി വരുന്ന സംഗതിയാണ്. സൂര്യനുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ സൂര്യനും വ്യാഴവും അവരുടെ കർമ്മസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നാൽ അത് ഗോൾഡ് മേഖലയാണ്. അത് സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും പവർ അനുസരിച്ചിട്ടായിരിക്കും അത് ഏത് ഗ്രേഡിൽ ഇയാൾ വർക്ക് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഒരു മൈനിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അതിനകത്ത് ശനിയുടെ ഒരു ബന്ധം കൂടെ കാണും. ശനി ഒരു മൈനിങ്ങിൻ്റെ ആളാണ്. അതുപോലെ തന്നെ ഗോൾഡ് ഷോപ്പുകൾ നടത്തുന്നവർ, ഗോൾഡ് സ്മിത്തുകൾ, ഗോൾഡിൻ്റെ സെയിൽസിൽ നിൽക്കുന്നവർ, ഇവരെല്ലാം ഇതിനൊരു ചെറിയ ഇൻഫ്ലുവൻസ് ഇല്ലാതെ വരത്തില്ല ഈ ഫീൽഡിൽ. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ വ്യാഴത്തിൻ്റെ മെറ്റൽ എന്ന് പറയുന്നത് ഗോൾഡ് ആണെങ്കിൽ വ്യാഴത്തിൻ്റെ ധാന്യങ്ങളെന്ന് പറയുന്നത് ശരിക്കും മഞ്ഞ നിറത്തിലുള്ള ധാന്യങ്ങൾ, ഡാല്, പിന്നെ ഇതിനകത്ത് മസൂർ ദാല്, അല്ലാത്ത ദാലുകൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതെല്ലാം കഴിക്കുന്നതും വ്യാഴത്തിനെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും. പൈനാപ്പിള്, ഫ്രൂട്ട്സിലേക്ക് പോവാണ് പൈനാപ്പിൾ, യെല്ലോ ഷെയ്ഡ്. പൈനാപ്പിളിന് ഒരുപാട് ഗുണമുണ്ടല്ലോ. നമ്മുടെ പീനിയൽ ഗ്ലാൻഡുമായിട്ട് ഏറ്റവും കണക്റ്റഡ്. അതേ ഷേപ്പാണ്. അപ്പോൾ
പ്രകൃതി ഫ്രൂട്ട്സ് തന്നിരിക്കുക. അപ്പോൾ നമ്മൾ കല്ലുകൾക്കും ഇത് തന്നെയാണ്. ഫ്രൂട്ട്സിനൊരു ഭംഗിയുണ്ടല്ലോ. ഒരു മാങ്ങയാണേലും ഒരു ആപ്പിളാണേലും ഒക്കെ നമ്മളെടുത്താൽ അതിനൊരു ഭംഗിയുണ്ട്. അതിൻ്റെ എക്സ്റ്റേണൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭംഗി തന്നെ, ആ ഭംഗിയാണ് നമ്മൾ എടുക്കുക. പക്ഷെ കഴിക്കുമ്പോൾ അതിൻ്റെ മറ്റ് ഗുണങ്ങളാണ്, ആരോഗ്യം നിലനിർത്താനുള്ള ഘടകങ്ങൾ ആ ഫ്രൂട്ട്സിനകത്തുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആണ് രത്നങ്ങളും. ഇപ്പോൾ ഫ്രൂട്ട്സ്, മറ്റുള്ള വെജിറ്റബിൾസ്, ഹെർബൽസ് ഇതെല്ലാം പ്രകൃതി തന്നിരിക്കുന്നത് നമ്മളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ, രോഗങ്ങളെ അതിജീവിക്കാനുള്ളതാണെങ്കിൽ, ആരോഗ്യം നിലനിർത്താനുള്ളതാണെങ്കിൽ, രത്നങ്ങൾ പ്രകൃതി തന്നിരിക്കുന്നത് മനുഷ്യൻ്റെ ഐശ്വര്യവും ഹെൽത്തും പ്രോസ്പെരിറ്റിയും എല്ലാം കണക്റ്റഡ് ആയിട്ടാണ്. ഇതെല്ലാം അതുകൊണ്ട് തന്നെയാണ് ഇതിന് ജാതി മത ഭേദങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത്. പ്രകൃതിയുടെ ഒരു വിഭവമാണത്, എല്ലാവർക്കും അത് യൂസ് ചെയ്യാം. അപ്പോൾ ചില സംശയം, കാരണം ഞങ്ങൾ ഇതിനകത്ത് വിശ്വസിക്കില്ല. എന്ത് വിശ്വാസമില്ലാതിട്ടാ, ഇതിനകത്ത് എല്ലാ ഗ്രന്ഥങ്ങളിലും മതഗ്രന്ഥങ്ങളിലും രത്നങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് പ്രകൃതി തന്നിരിക്കുന്നതല്ലേ. ഉരുളക്കിഴങ്ങോ ഏത്തപ്പഴമോ ഒക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണോ? അല്ല. ഇതെല്ലാം പ്രകൃതി തന്നിരിക്കുന്നതെല്ലാം മനുഷ്യന് വേണ്ടി തന്നെ തന്നിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനൊരു എക്സ്റ്റേണലായിട്ടൊരു ബ്യൂട്ടി കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം. ഫ്രൂട്ട്സിനാണേലും രത്നങ്ങൾക്കാണേലും പൂക്കളാണേലും കണ്ടില്ലേ, ഇതെല്ലാം തരത്തിലുള്ള ഔഷധ ഗുണമുള്ള ചെടികൾ, അവർക്കെല്ലാം ഒരു എക്സ്റ്റേണൽ ഒരു ബ്യൂട്ടിയും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൃത്യമായിട്ട് രത്നങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് മരുന്നുകൾ, ഹെർബൽസൊക്കെ ഒരു വൈദ്യൻ എന്ന് പറഞ്ഞതുപോലെ രത്നങ്ങൾ ജെമോളജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതിന് അസ്ട്രോളജിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കൂട്ടി ഇണങ്ങുമ്പോഴാണ് അതിന് കൃത്യമായ ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സ്വന്തമായിട്ട് ആരും പോയി രക്തം വാങ്ങിച്ച് ധരിക്കരുത്, അറിവില്ലാതെ പോയി മേടിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നത്. മരുന്നുകളും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. നമ്മൾ സ്വയം ചികിത്സിക്കരുതെന്നല്ലേ പറയുന്നത്. കറക്റ്റാണ്. അത് കൃത്യമായിട്ടുള്ള അളവിലും തൂക്കത്തിലും അത് കൃത്യതയോടെ നിർണ്ണയിച്ച് ഉപയോഗിക്കുമ്പോഴാണ് അതിനൊരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നത്. ഇത് നമ്മളിപ്പം ബുധൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ചും ജോലി മേഖലകളെ കുറിച്ചും നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതുപോലെ വ്യാഴത്തിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച്, അതിൻ്റെ ജോലി മേഖലകൾ, അതിൻ്റെ രത്നത്തെക്കുറിച്ച്, യെല്ലോ സഫയറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഇനിയിപ്പം നമ്മൾ വേറെ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇനി എനിക്ക് തോന്നുന്നു അടുത്ത ഒരു വീനസിനെ ക്രമം നോക്കിയാൽ വ്യാഴം കഴിഞ്ഞ് വെള്ളി, ശുക്രൻ, വെള്ളിയായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ഗ്രഹമാണത് ശുക്രൻ. ശുക്രൻ കുറച്ചും കൂടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും റൊമാൻറ്റിക് കാര്യങ്ങൾ, വൈവാഹികമായിട്ടുള്ള ബന്ധങ്ങൾ, കലാവാസന, കലാകാരന്മാർ, കലാകാരികൾ, അതുപോലെ തന്നെ മറ്റേ ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, പെർഫ്യൂംസ്, വാച്ചസ്, അരോമ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ്, ഡെക്കറേഷൻസ്, ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നത്, വായിക്കുക, പഠിക്കുക, ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നത് എല്ലാം കലയായിട്ട് ബന്ധപ്പെട്ട. അപ്പം നല്ല സിംഗേഴ്സ്, സിനിമ ആക്ടേഴ്സ്, തിയേറ്റർ എല്ലാം വിടും. അതൊരു എനിത്തിങ് ഇൻ ലക്ഷറി, എല്ലാത്തിലും ഒരു ലക്ഷറി, ഒരു ടച്ച് കാണും. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാമല്ലോ. അപ്പോൾ അതിനപ്പുറം വരുന്നതിനാണ് ഒരു ലക്ഷറിയസ് ടച്ച് എന്ന് പറയുന്നത്. അത് ആ ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ വീനസിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലേക്കാണ് പറഞ്ഞത്. വീനസ് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ എത്തിപ്പെടാൻ സാധ്യതയുള്ള ലക്ഷറിയസ് ടച്ചാണ് അതിന് കൂടുതലായിട്ടും കാണുന്നത്. വീനസ് എന്നുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അയാൾ കുറച്ച് ലക്ഷറിയസ് ആയിരിക്കും. അയാളുടെ ഒരു സമൂഹത്തിലും ആൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടും. പിന്നെ ക്രിയേറ്റിവിറ്റി ഇതിൻ്റെ ഒരു ഇതാണ്. നല്ല ഭംഗിയായിട്ട് ക്രിയേഷൻസ്,
ഓക്കെ, അതിനകത്ത് വിടുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഈ ഇപ്പോഴും നമ്മൾ ഓരോ ദശാകാലങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ ആണെങ്കിൽ വ്യാഴ ദശാകാലം, അതുപോലെ തന്നെ ഈ വീനസിൻ്റെ ടൈമിലേക്ക് വരുമ്പോൾ ആ ഒരു ദശാകാലം അത് എങ്ങനെയാണ്, എത്ര വർഷം ഉണ്ടാവും? അല്ലെങ്കിൽ വീനസ് ശുക്രദശാകാലം 20 വർഷത്തേക്കാണ്. നീണ്ട ഒരു കാലയളവാണ്. അവന് ശുക്രദശ തുടങ്ങിയെന്ന് പറയില്ല. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ 7 വർഷത്തെ കേതുർദശയുടെ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് 20 വർഷത്തെ ഇതിലേക്ക്. 7 വർഷത്തെ കേതുർദശ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ടഫ് പീരീഡ് ആയിരിക്കണം ജനറലി. കേതു നല്ല പീരീഡായിട്ട് വരുന്ന വളരെ ചുരുക്കം ആൾക്കാരിലേ കണ്ടിട്ടുള്ളൂ. 7 വർഷത്തെ ആ ഒരു പീരീഡിൽ സകല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തന്നതിന് ശേഷമാണ് ശുക്രദശയിലേക്ക് നമ്മൾ എടുത്തിടുന്നത്. അതും ശുക്രൻ നന്നായിട്ട് നിന്നാൽ ആ വ്യക്തി നന്നായിട്ട് വരും. ശുക്രൻ റോങ് സൈഡ് ആണെങ്കിൽ ഫിസിക്കൽ വീക്ക്നെസ് ഉണ്ടത് ഉണ്ടാവും. ശാരീരികമായിട്ടുള്ള ഒരു ബലക്കുറവുണ്ടാവും. അതുപോലെ തന്നെ ജനനേന്ദ്രിയമായിട്ട് ബന്ധമാണ് ശുക്രന്. മാരേജുമായിട്ട് റിലേഷനാണ്. വിവാഹബന്ധത്തിൻ്റെ ഒരാൾ ശുക്രനാണ്. 7th ഹൗസ്, അത് ഹൗസുമായിട്ട് കണക്ട് ചെയ്ത 7th ഹൗസിലാണ് പോകുന്നതെങ്കിലും വീനസിനൊരു അത് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. വീനസ് വളരെ വീക്കായിട്ടും ഡെബിലിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഫാമിലി ലൈഫ് അത്ര നന്നായിരിക്കില്ല. എപ്പോഴും ചലഞ്ചസ് ഉണ്ടാവും. വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കാം, എന്നാലും ഈ ചലഞ്ചസ് എപ്പോഴും ഉണ്ടാവും. ആ ഒരു ലൗകിക സുഖങ്ങൾ കട്ടായിരിക്കും. അത് കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ആ വഴിക്കായിരിക്കും അതിൻ്റെ സ്വാധീനം. അപ്പോൾ ശുക്രദശാകാലം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതായത് ഈ നീണ്ടു നിൽക്കുന്ന 20 വർഷക്കാലവും നല്ലതാവണമെന്നില്ല. രണ്ട് എഫക്റ്റുകളും വരാം. പിന്നെ ഈ മേഖല, ഞാൻ പറഞ്ഞ മേഖലകളിലൊക്കെ ഉണ്ടായിരുന്ന ആ ക്രിയേറ്റിവിറ്റിയും ഡിസൈന്, ഫാഷൻ ഡിസൈനിങ്, അതുപോലെ തന്നെ ഉള്ള ഇപ്പോൾ പെർഫ്യൂംസിൻ്റെയൊക്കെ വ്യാപാരം നടത്തുന്നവർ, ഗോൾഡ് ആൻഡ് സിൽവർ, അതുപോലെ രത്നങ്ങൾ, ഇതെല്ലാമായിട്ട് നമുക്ക് ഈ ഒരു കാറ്റഗറി നമുക്ക് ബന്ധപ്പെടുത്തിയെടുക്കാൻ പറ്റും. അതിൻ്റെ രത്നം തന്നെ ഡയമണ്ടാണ്. അതായത് വീനസ് വളരെ പ്രോമിനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ചാർട്ട് ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രത്നമാണ് ഡയമണ്ട്. പിന്നെ ലഗ്നത്തിൽ തന്നെ, അതായത് ഫസ്റ്റ് ഹൗസ് തന്നെ ശുക്രൻ നിൽക്കുന്നതും നമുക്ക് ആൾക്ക് ഒരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളും ഒക്കെ കാണും, ഡെബിലിറ്റേറ്റഡ് അല്ലെങ്കിൽ. തുലാം ലഗ്നവും ലഗ്നത്തിൽ ശുക്രനൊക്കെ നല്ലത് പറയാൻ പാടില്ല. എന്നാൽ പോലും കന്നി ലഗ്നവും ലഗ്നത്തിൻ്റെ ഡെബിലിറ്റേഷനാണ് വീനസിൻ്റെ. തുലാം ലഗ്നം, ഇടവ ലഗ്നം, മീന ലഗ്നത്തിലൊക്കെ ലഗ്നാധിപനായിട്ട് വരികയും ശുക്രൻ നിൽക്കുകയൊക്കെ ചെയ്താൽ ആൾക്ക് വേറൊരു ബ്യൂട്ടി ആയിരിക്കും. ഒരു കാണാൻ തന്നെ ഒരു ഭംഗി കാണും, ഭംഗിയായിരിക്കും അത്. വ്യാഴം നിന്നാൽ ഒരു ഐശ്വര്യമായിരിക്കും. അതാണ് പിന്നെയും നമ്മൾ ഇതിനെ ഡിവിഷൻ ചെയ്യുക വീണ്ടും. വ്യാഴത്തിന് ഐശ്വര്യവും ചൈതന്യവുമായിരിക്കും, എന്നാൽ ശുക്രൻ നിന്നാൽ ഭംഗിയായിരിക്കും. ഒരു ഗ്ലാമറസ് ആയിട്ട് തോന്നും ആൾക്കാർക്ക്, കാണുന്നവർക്ക് ഒരു ലുക്ക് വരും. പക്ഷേ ഇതെല്ലാം നമ്മുടെ ചാർട്ടിൽ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാം ജനറൽ കാര്യങ്ങളാണ്. അത് ആ ഓരോ ഗ്രഹങ്ങളുടെയും ആ ഒരു ഡിഗ്രി അനുസരിച്ച് അതിൻ്റെ അനുഭവങ്ങൾ മാറാനുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള ഫീൽഡുകാർ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഇല്ലാതെ വന്ന് ഫീൽഡ് ഇതാണെങ്കിൽ നമ്മൾ ചാടിക്കയറി ഡയമണ്ട് അല്ല കൊടുക്കുന്നത്. നമ്മൾ ഇതിന് ടോപ്പാസ് എന്ന് പറഞ്ഞ് വൈറ്റ് ടോപ്പാസ്, ഹാർഡ്നെസ് കുറഞ്ഞ കല്ല്, അത് നമുക്ക് ചെറിയ രീതിയിൽ കൊടുക്കാം, ഉപയോഗിക്കാം. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഡയമണ്ടൊക്കെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അത് കുട്ടികൾക്കല്ല, കുറച്ച് ഏജ് ആയിട്ട് ഒരു ഏജ് ഒരു 20 ടീനേജ് ഒക്കെ കഴിഞ്ഞ് അവരുടെ വിവാഹ പ്രായം മുതലൊക്കെയാണ് ഡയമണ്ട്സ് ഉപയോഗിക്കാൻ നല്ലത്. ടീനേജിൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ ടീനേജ് പഠിക്കുന്ന കുട്ടികൾക്ക് ഡയമണ്ട് അത്ര സ്യൂട്ടബിൾ അല്ല. കാരണം അത് റൊമാൻറ്റിക് സ്റ്റോൺ ആയതുകൊണ്ട് അത് ആ പഠനകാലത്ത് നല്ലതല്ലല്ലോ. പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ ഡൈവേർഷൻ ഉണ്ടാവും. പിന്നെ ഡയമണ്ട്സിന് ഒരു അട്രാക്ഷൻ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് കല്ലുകൾ ധരിക്കേണ്ട കാലഘട്ടങ്ങളും ഉണ്ട്. എന്നുവെച്ചാൽ കല്ല് ഓരോ കാലഘട്ടത്തിൽ മാറി മാറി ധരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടികളായിരിക്കുമ്പോഴും
പിന്നെ അവർ ഒരു യുവത്വത്തിലേക്ക് വരുമ്പോഴും, പിന്നെ അവരുടെ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ് പോകുമ്പോഴും, പിന്നെ അവരുടെ ആ വാർദ്ധക്യകാലത്തും ഉപയോഗത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ വരുന്നു, എന്തെല്ലാം നമ്മൾ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ആ വ്യക്തിയുടെ ചാർട്ടിൽ ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. വാർദ്ധക്യകാലത്ത് നമുക്ക് ഗ്ലാമർ ഉണ്ടാക്കാനല്ല, നമ്മൾ ആരോഗ്യം ഉണ്ടാക്കാനാണ് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് പറ്റിയ രത്നം ഏതാണ് ഈ വ്യക്തിയുടെ ചാർട്ടിൽ എന്നാണ് നമ്മൾ സസൂക്ഷ്മം പഠിക്കുന്നത്. രത്നങ്ങൾ നമ്മൾ ഓരോ രത്നങ്ങൾക്കുള്ള വിവിധ തരത്തിലുള്ള അതിൻ്റെ ഗുണഫലങ്ങളെ, പ്രത്യേകതകളാണ് നമ്മളിവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? ഓരോ രത്നങ്ങൾക്കും അതിൻ്റെതായുള്ള പ്രത്യേകതകളും അതിൻ്റെതായുള്ള കാലഘട്ടങ്ങളും ഉണ്ട്. മനസ്സിലായില്ലേ? പഠിക്കുന്ന കുട്ടിക്ക് വിവാഹത്തിന് കാരകത്വവും റൊമാൻസിന് കാരകത്വവും വഹിക്കുന്ന ഡയമണ്ട് അല്ല സ്യൂട്ടബിൾ. ഇനി ആ കുട്ടിക്ക് ഡയമണ്ട് സ്യൂട്ടബിൾ ആകുന്ന ഒരു ചാർട്ടാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ടീനേജ് കഴിഞ്ഞ് കൊടുക്കാം. കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഏറ്റവും ഹാർഡ്നെസ് ഉള്ള കല്ലുവാണിത്. ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അറിയാത്ത ഈ മേഖലയിൽപ്പെട്ടവർക്ക് ടോപ്പാസ് മുതൽ ഉപയോഗിച്ച് തുടങ്ങുന്നതാണ് സേഫ്. അങ്ങനെയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വീനസിനെ കുറിച്ച്, ശുക്രനെ കുറിച്ച് പറഞ്ഞു, ശുക്രൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വന്നാൽ എത്തിപ്പെടാനുള്ള ജോലി സാധ്യതകളെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ രത്നത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് പറയുന്നുണ്ട്, ഡയമണ്ട്സിനെ കുറിച്ച്. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങൾ നമ്മൾ കുറച്ചും കൂടെ പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടതുണ്ട്. അത് നമുക്കൊരു അടുത്ത എപ്പിസോഡിൽ നമുക്കതിനെ ഉൾപ്പെടുത്താം. ഇന്നത്തെ എപ്പിസോഡും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നന്ദി, നമസ്കാരം.